ഹായ് ഫ്രണ്ട്സ്, 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. മെയിനായിട്ട് നമുക്കിതിൽ പേര് പോലെ തന്നെ എന്താണ് ഒന്ന് സൂര്യതാപനം എത്രത്തോളം വരുന്നുണ്ട്, അതേപോലെ ടെമ്പറേച്ചർ എന്നിങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ഫിസിക്സിലെ ഭാഗങ്ങളും കൂടി ഏകദേശം കാര്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതൊക്കെ നോക്കാം. ഒന്നാമത്, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം സൂര്യരശ്മികളായിട്ട് ഭൂമിയിലെത്തുന്നു. ഇതിനെയാണ് സൗരതാപനം അല്ലെങ്കിൽ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൗരതാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൗരതാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം സൂര്യരശ്മികളായിട്ട് ഭൂമിയിൽ എത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സൗരതാപനം എന്ന് വിളിക്കുന്നത്. ഇനി കൂടിയ താപനില, കുറഞ്ഞ താപനില, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുമ്പ് ഒരു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം. അതായത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയായിട്ട് കലാസ നിരീക്ഷകർ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. അപ്പോൾ സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില. അതേപോലെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില. അപ്പോൾ ഏറ്റവും കുറഞ്ഞ താപനിലയും ഏറ്റവും കൂടിയ താപനിലയും എന്ത് ചെയ്യണം, എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും എന്തല്ല സൗരോർജ്ജം ഒരേ അളവിലല്ല ലഭിക്കുന്നത്. അത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. സൗരോർജ്ജം ലഭിക്കുന്നത് എന്തല്ല ഒരേ അളവിലല്ല ലഭിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യരശ്മികൾ ലംബായിട്ട് പതിക്കുന്നതിനാൽ എന്ത് ചെയ്യും, ഇവിടെ താപം കൂടുതലാണ്. അതായത് ഭൂമി പെർഫെക്റ്റ് ആയിട്ട് എന്തല്ല ഒരു ഇതുപോലെയല്ല നിൽക്കുന്നത്, എന്താണ്, ഒരു ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. അതിൻ്റെ അച്ച് കണ്ടു പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സൂര്യരശ്മികൾ ലംബായിട്ട് പതിക്കുന്നതുകൊണ്ട് ഈ ഭൂമധ്യരേഖയിൽ എന്തായിരിക്കും, ഭൂമധ്യരേഖാ പ്രദേശത്ത് അവിടെ താപം കൂടുതലായിരിക്കും. പക്ഷേ ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്നതോറും, അതായത് ഉത്തര ധ്രുവ ആണെങ്കിലും ദക്ഷിണ ധ്രുവ ആണെങ്കിലും ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്നതോറും സൂര്യരശ്മികൾ ചെരിഞ്ഞിട്ടാണല്ലോ പഠിക്കുന്നത്. ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നോക്ക്, ഈ ഒരു ഒറ്റ ഡിസ്റ്റൻസിൽ ഇവിടെ എത്തുന്നതിന് പകരം അത് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ദൂരം സഞ്ചരിച്ചിട്ട് ചെരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ധ്രുവങ്ങളിൽ പതിക്കുന്നത്. അപ്പോൾ അങ്ങനെ ധ്രുവങ്ങളിൽ ചെരിഞ്ഞ് പതിക്കുന്നതുകൊണ്ട് എന്തായിരിക്കും, താപം ക്രമേണ കുറഞ്ഞാ വരിക ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും. അതിനാൽ ഓരോ സ്ഥലത്തിൻ്റെയും അക്ഷാംശത്തിന് അനുസൃതമായിട്ടാണ് ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്, ഭൂമിയിലെ താപ ലഭ്യത കണക്കാക്കുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തിന്റെയും അക്ഷാംശത്തിന് അനുസൃതമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയിലെ താപത്തിന്റെ ലഭ്യത എന്ത് ചെയ്യുന്നത്, വ്യത്യാസപ്പെടുന്നത്. ഇനി അടുത്തത്, അതുകൂടാതെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം തുടങ്ങിയ ഘടകങ്ങൾ പ്രാദേശിക താപ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഒരു പ്രദേശത്തിന്റെ താപ വ്യതിയാനങ്ങൾക്ക് എന്തൊക്കെ കാരണങ്ങളാകുന്നുണ്ട്? 3 എണ്ണമാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഒന്ന്, സമുദ്രത്തിന്റെ സാമീപ്യം, സമുദ്ര സാമീപ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള. രണ്ടാമത്തതോ രണ്ടാമത്തത് സമുദ്രത്തിൽ നിന്നുള്ള ഉയരം. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, എത്രത്തോളം ഉയരം, അതിന് നമുക്ക് ഓൾറെഡി ഈ പോയിന്റുകൾ എന്ത് ചെയ്യും, നമുക്ക് വരാനുണ്ട് കേട്ടോ. ഓരോന്നെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. 3 എന്തായിരുന്നു? 3 ജസ്റ്റ് ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അക്ഷാംശം. ഓരോ പ്രദേശത്തിൻ്റെയും അക്ഷാംശം അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രദേശത്തിന്റെ സൂര്യരശ്മികൾ പതിക്കുന്നത് വ്യത്യാസപ്പെടുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, താപ വ്യതിയാനത്തിന് കാരണമാണ്. അപ്പൊ സമുദ്ര നിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും നോർമൽ എന്താ ചെയ്യുക, താപം ക്രമേണ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം, മൂന്നാർ, വയനാട് തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്ക് എന്താ അനുഭവപ്പെടുക, തണുപ്പാനാണ് അനുഭവപ്പെടുക. താഴ്ന്ന പ്രദേശങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ തണുപ്പ് കൂടുതലായിരിക്കും. ഇനി പകൽ സമയങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കാലങ്ങളിൽ തിരിച്ചും വീശുന്ന കാറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തീരപ്രദേശങ്ങളിലെ താപനിലയെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ സമുദ്ര സാമീപ്യം എന്തിന് കാരണമാകുന്നുണ്ടെന്ന് പറഞ്ഞ നമ്മൾ ആ ഒരു താപവ്യത്യാസത്തിന് കാരണമാകുന്നുണ്ട്. അതെങ്ങനെ കാരണമാകുന്നത്? മെയിനായിട്ട് പകൽ സമയത്ത് എന്തായിരിക്കും, കടലിൽ നിന്ന് കരയിലേക്കും അതേപോലെ രാത്രി കാലങ്ങളിൽ എന്തായിരിക്കും, തിരിച്ചുമായിരിക്കും കാറ്റ് വീശുന്നത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, താപനിലയെ നിയന്ത്രിക്കുന്നുണ്ട്. ഇനി താപം അളക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. അന്തരീക്ഷ താപം അളക്കുന്നത് തെർമോമീറ്റർ അല്ലെങ്കിൽ ഉഷ്ണമാപിനി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഉഷ്ണമാപിനിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഡിഗ്രി സെൽഷ്യസിലും അതേപോലെ ഡിഗ്രി ഫാരൻഹീറ്റിലും എന്നീ യൂണിറ്റുകളിലാണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഡിഗ്രി നിങ്ങൾ ഇവിടെ കാണുക, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, അതേപോലെ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പോൾ ആ രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നീ ഏകകങ്ങൾ എന്ന് വെച്ചാൽ എന്താ, യൂണിറ്റ് ആണ്. ഏകകങ്ങൾ എന്ന് വെച്ചാൽ അത് മറന്നുകൊണ്ട. ഇനി താപവും വായുവിന്റെ ചലനവും കേട്ടോ, ഓരോന്നും ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നതൊക്കെ.
അപ്പോൾ അന്തരീക്ഷ വായു ചൊലുത്തുന്ന ഭാരത്തിനെ വിളിക്കുന്ന പേരാണ് അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. റെഡി? അപ്പോൾ എല്ലാ പദാർത്ഥങ്ങൾക്കും ഭാരം ഉണ്ടാവും. അതേപോലെ അന്തരീക്ഷ വായുവിന് ഒന്നുണ്ട്, ഒരു ഭാരമുണ്ട്. അങ്ങനെ അന്തരീക്ഷ വായു ചൊലുത്തുന്ന ഭാരത്തിനെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് എന്ത്? മർദ്ദമാപിനി അല്ലെങ്കിൽ ബാരോമീറ്റർ. മർദ്ദമാപിനി അല്ലെങ്കിൽ ബാരോമീറ്റർ. തെർമോമീറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞേ. അപ്പോൾ ബാരോമീറ്റർ ഏതൊക്കെ യൂണിറ്റുകളിലാണ്? തെർമോമീറ്റർ നമ്മൾ പറഞ്ഞു ഡിഗ്രി സെൽഷ്യസും അതേപോലെ ഫാരൻഹീറ്റിലുമാണ്. അപ്പോൾ മർദ്ദമാപിനി അല്ലെങ്കിൽ ബാരോമീറ്റർ ഏതൊക്കെ യൂണിറ്റുകളിലാണ് മർദ്ദം രേഖപ്പെടുത്തുന്നത്? ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാർ. ഓക്കെ, ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കെ, അനറോയിഡ് ബാരോമീറ്റർ എന്നതിന്റെ ഒരു ഉപകരണം ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് അടയാളപ്പെടുത്തുന്നത് ഒന്നെങ്കിൽ ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാർ. അപ്പൊ മർദ്ദത്തിന്റെ യൂണിറ്റുകളാണ് ഇത് രണ്ടും കേട്ടോ, ഒന്ന് ഓർത്തോക്കണേ. ഇനി സൂര്യതാപത്താൽ ചൂടുപിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വായുവിന്റെ ചലനത്തെ വായു പ്രവാഹങ്ങൾ അല്ലെങ്കിൽ എയർ കറന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? സൂര്യന്റെ പ്രകാശം കൊണ്ട് എന്ത് ചെയ്തു? അത് ചൂട് പിടിച്ചു. അങ്ങനെ ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു എന്ത് ചെയ്യും? വികസിക്കും. ചൂട് പിടിക്കുമ്പോൾ നോർമലി അത് വികസിക്കും. അങ്ങനെ വികസിച്ചു കഴിഞ്ഞാൽ വായുവിന്റെ സാന്ദ്രത കുറഞ്ഞിട്ട് അത് എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയർന്നു പോകും. അതായത് മുകളിലേക്ക് എന്ത് ചെയ്യും? ഈ വായു മുകളിലേക്ക് ചലിക്കാൻ തുടങ്ങും. അതായത് അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ച് കഴിയുമ്പോൾ വായു മുകളിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയുള്ള വായുവിന്റെ ചലനത്തെയാണ് വായു പ്രവാഹം എന്ന് വിളിക്കുന്നത്. ഇനി വായുവിന്റെ സാന്ദ്രത കുറയുന്നത് മൂലം എന്ത് ചെയ്യും? അവിടെ വായു മർദ്ദം കുറയും. അപ്പൊ എന്ത് ചെയ്യും? സാന്ദ്രത കൂടിയത് വായു എന്ത് ചെയ്യും? അവിടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ താഴെ എന്താ സംഭവിക്കുക? അതിന്റെ താഴെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ താഴെ ഭാഗം എന്ത് ചെയ്യും? സാന്ദ്രത കുറയും. അപ്പൊ അവിടെ മർദ്ദം കൂടും. അങ്ങനെ മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായു ചലിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വായുവിന്റെ സാന്ദ്രത കുറയുന്നത് കൊണ്ട് വായു മർദ്ദം കൂടും. മർദ്ദം കൂടിയ പ്രദേശത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായു ചലിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ വിൻഡ് അല്ലെങ്കിൽ നോർമലി കാറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് കാറ്റാടി യന്ത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ പോയിന്റാണ്. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിലും അതേപോലെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എന്നുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഊർജ്ജോൽപാദനം നടത്തുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തോക്കണം. ഇനി അടുത്തത് കാറ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഉപകരണം കൂടി നമുക്ക് പറയാനുണ്ട്. ഒന്ന് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. ഓക്കെ, ഇതാണ് അനിമോമീറ്റർ. അതേപോലെ കാറ്റിന്റെ ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്നതാണ് വിൻഡ് വെയിൻ. ഇതാണ് വിൻഡ് വെയിൻ. അപ്പോൾ വിൻഡ് വെയിനും അതേപോലെ അനിമോമീറ്ററും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം? അവിടെ ഓർത്തോക്കണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഉപകരണങ്ങൾ പഠിച്ചപ്പോൾ ബാരോമീറ്റർ പഠിച്ചു, തെർമോമീറ്റർ പഠിച്ചു, അതിപ്പോൾ അനിമോമീറ്റർ പഠിച്ചു. അനിമോമീറ്റർ എന്തിനായിരുന്നു? കാറ്റിന്റെ വേഗത അളക്കാൻ വേണ്ടിയിട്ടാട്ടോ അനിമോമീറ്റർ. പിന്നെ വിൻഡ് വെയിൻ കാറ്റിന്റെ ഡയറക്ഷൻ അളക്കാൻ വേണ്ടി. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ്, PSC ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്നാണ്. അപ്പൊ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം, എത്രത്തോളം ജലം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്നതെന്ന് കണക്കാക്കുന്നതാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. അപ്പൊ അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിന്റെ താപവും അതേപോലെ ഭൂമിയിലെ ജലലഭ്യത. അപ്പൊ ആർദ്രത അളക്കുന്ന അതെങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? വരുന്ന സെഷനിലോട്ട് പറയും കേട്ടോ. ഇനി ആർദ്രത അളക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? ആർദ്രത മാപ്പിനി അല്ലെങ്കിൽ ഹൈഗ്രോമീറ്റർ എന്ന ഉപകരണമാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഹൈഗ്രോമീറ്റർ ആണ്, ഹൈഡ്രോ അല്ല. ഹൈഡ്രോ വേറെ തന്നെയാണ്. നമുക്ക് പറയും ഹൈഗ്രോമീറ്റർ ആണ്, G ആണ്. അപ്പോൾ ഹൈഗ്രോമീറ്റർ അല്ലെങ്കിൽ ആർദ്രത മാപ്പിനെയാണ് എന്ത് അളക്കാൻ ഉപയോഗിക്കുന്നത്? ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി. ഓക്കെ, അന്തരീക്ഷ വായുവിൽ നീരാവി അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പിന്റെ നമുക്ക് ഇവിടെ ഒരു എന്താണ് എക്സ്പെരിമെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ എന്ത് ചെയ്യുക? ഒരു ഐസ് ക്യൂബ്, ഗ്ലാസ് വെള്ളത്തിൽ ഐസ് ക്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് എന്ത് ചെയ്യും? ആ ഒരു വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഗ്ലാസിന്റെ പുറത്ത് അല്ലെ, ഉള്ളിലാണ് വെള്ളമുള്ളതെങ്കിലും ഗ്ലാസിന്റെ പുറത്ത് എന്ത് ചെയ്യും? വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി എന്ത് ചെയ്യും? കപ്പിന്റെ തണുത്ത പ്രതലത്തിൽ തട്ടി തണുക്കും അല്ലെ. അതായത് അന്തരീക്ഷ വായുവിൽ ഓൾറെഡി എന്തുണ്ട് പറഞ്ഞു നമ്മൾ? ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ജലാംശം ഉണ്ട്. അപ്പോൾ ആ ഒരു ജലാംശം, അന്തരീക്ഷ വായുവിലുള്ള ജലം ഈ ഒരു കപ്പിന്റെ പ്രതലത്തിൽ തണുക്കുമ്പോൾ, കപ്പിന്റെ പ്രതലത്തിൽ തട്ടി തണുക്കുമ്പോൾ അതെന്തായും? ജലകണികകളായിട്ട് തന്നെ തിരിച്ചിങ്ങോട്ട് എങ്ങനെ വരും? നീരാവി എന്താവും? ജലകണികകളായിട്ട് മാറിയിട്ട് ഇവിടെ പറ്റി പിടിക്കും. അങ്ങനെ നീരാവി തണുത്ത് ജലമായിട്ട് മാറുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ. ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ. ഇനി ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നീരാവി ഘനീഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നേരത്തെ ജലകണികകളായിട്ട് മാറുന്നത്. ഈ അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഘനീകരണ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കും. അതായത് അന്തരീക്ഷ ഊഷ്മാവ് കുറയാന്ന് വെച്ചാൽ എന്താ? തണുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ കട്ട പിടിക്കുന്നത് കൂടുതൽ പെട്ടെന്നാവും.
അപ്പോൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി എന്ത് ചെയ്യുന്നുണ്ട്, ഘനീഭവിക്കുന്നുണ്ട്. ഈ ജലകണികൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, മേഘങ്ങൾ അല്ലെങ്കിൽ ക്ലൗഡ്സ് രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പം ഘനീകരണത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്നതാണ് ക്ലൗഡ്സ് അല്ലെങ്കിൽ മേഘങ്ങൾ, ജലകണികകളാണ് ഇത്. ഇനി അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മേഘങ്ങൾ മാത്രമല്ല രൂപീകരിക്കുന്നത്, അത് മൂടൽ മഞ്ഞായിട്ടും അല്ലെങ്കിൽ തുഷാരം തുടങ്ങിയ ഘനീകരണത്തിന്റെ മറ്റ് രൂപങ്ങളായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ ഘനീകരണത്തിന്റെ 3 മെയിനായിട്ടുള്ള രൂപങ്ങളാണ് ഏത്, ഒന്ന് മേഘം, പിന്നെന്താണ് മൂടൽമഞ്ഞ്, പിന്നെന്താണ് തുഷാരം. അപ്പോൾ എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ മൂടൽമഞ്ഞ് അല്ലെങ്കിൽ ഫോഗ് എന്താണെന്നുള്ളത്. ഇപ്പോൾ താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലൊക്കെ ഒരു പുക പോലെയുള്ള ജലകണികൾ തങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും നമുക്കല്ലേ. അങ്ങനെയുള്ള ഘനീകരണത്തിന്റെ ഈ രൂപത്തെ വിളിക്കുന്ന പേരാണ് ഇത് മൂടൽമഞ്ഞ് അല്ലെങ്കിൽ ഫോഗ് എന്നുള്ളത്. ഇനി ഡ്യൂ അല്ലെങ്കിൽ തുഷാരം എന്നുള്ളതാണ്. തണുപ്പുള്ള പ്രഭാതങ്ങളിലും അതേപോലെ ഈ പുൽ നാമ്പുകളിൽ മറ്റു തണുത്ത പ്രതലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ജലകണികൾ അല്ലെ, ചെറിയ ജലകണികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാണാം. ഇങ്ങനെയുള്ള ജലകണികളെയാണ് എന്ത് വിളിക്കുന്നത്, തുഷാരം അല്ലെങ്കിൽ ഡ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൂടൽമഞ്ഞു, അതേപോലെ മൂടൽമഞ്ഞ് ആ പേരിലുണ്ട്, അതൊക്കെ മൂടൽമഞ്ഞ് മഞ്ഞാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. തുഷാരം എന്ന് വെച്ചാൽ എന്താ, ചെറിയ ജലകണികകളാണ്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ശരിക്കും ഘനീകരണത്തിന്റെ ഒരു രൂപങ്ങളാണ്. അപ്പൊ മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ പറ്റാതെ അവ ഭൂമിയിലേക്ക് പതിക്കും. അതാണ് മഴയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ പ്രക്രിയയെ വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കും കേട്ടോ. മഴയാണ് നമ്മൾ നോർമലി പറയുന്നതാണ്. അപ്പൊ അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസങ്ങൾ വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾക്ക് കാരണമാകും. അതായത് എല്ലായ്പ്പോൾ മഴയായിട്ട് തന്നെ അത് എന്ത് ചെയ്യണമെന്നില്ല, വർഷിക്കണം എന്നില്ല. അത് വിവിധ രൂപത്തിൽ വരാം. അത് 3 രൂപത്തിലാണ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ. ഒന്നുകിൽ മഴ, അല്ലെങ്കിൽ മഞ്ഞു വീഴ്ച, അല്ലെങ്കിൽ ആലിപ്പഴം. ഓക്കെ, അപ്പൊ ജലകണികകളുടെ രൂപത്തിൽ പെയ്യുന്നതാണ് വർഷണം. ജലകണികകളുടെ രൂപത്തിലാവുമ്പോൾ അതെന്താണ്, മഴയാണ്. പിന്നെ അത് നേരത്തെ ഹിമകണികകളുടെ രൂപത്തിലാണ് വർഷിക്കുന്നതെങ്കിൽ അതിനെന്ത് വിളിക്കുന്നത്, മഞ്ഞു വീഴ്ച എന്ന് വിളിക്കുന്നത്. ഇനി അത് മഞ്ഞ് കട്ടകളുടെ രൂപത്തിലാണ് വിളിക്കുന്നത്, നമ്മൾ പറയുന്നത് എന്താണ്, ആലിപ്പഴ വീഴ്ച അല്ലെ. നമ്മുടെ പേപ്പറിലൊക്കെ കാണാറുള്ളതാണ്. അപ്പോൾ മഞ്ഞു വീഴ്ച ആണെങ്കിലും ആലിപ്പഴ വീഴ്ചയാണെങ്കിലും ഒക്കെ മഴയാണെങ്കിലും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഇനി മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴ മാപ്പിനി അല്ലെങ്കിൽ റെയിൻ ഗേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഏകദേശം ഒരു 5-6 ഡിവൈസുകളോട് ഉപകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് ഏതിനാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെക്കണം. ഇനി മഴ അളക്കുന്ന യൂണിറ്റ് ഏതാ, മഴ അളക്കുന്ന യൂണിറ്റ് ഒന്നെങ്കിൽ സെന്റിമീറ്ററിൽ അല്ലെങ്കിൽ ഇഞ്ചിലാണ് കോമൺലി എന്ത് ചെയ്യുക, മഴ രേഖപ്പെടുത്തുക. സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ച്. മർദ്ദ വ്യത്യാസങ്ങൾ, കാറ്റുകൾ, ആർദ്രത, ഘനീകരണം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്കെല്ലാം കാരണമാകുന്ന എന്താണ്, സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ സൗരോർജ്ജ ലഭ്യത അതായത് സൗരോർജ്ജം എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന വ്യത്യാസങ്ങൾ ഏതൊക്കെയാ, ഒന്ന് മർദ്ദത്തിൽ ഉണ്ടാവും വ്യത്യാസം ഉണ്ടാവുക, കാറ്റുകളിൽ വ്യത്യാസം ഉണ്ടാവുക, ആർദ്രതയിൽ വ്യത്യാസം ഉണ്ടാവുക, ഘനീകരണത്തിൽ വ്യത്യാസം ഉണ്ടാവുക, വർഷണം തുടങ്ങിയ ഈ അന്തരീക്ഷത്തിലെ പ്രതിഭാസങ്ങൾക്കെല്ലാം ഉള്ള ഒരു കാരണം എന്താണ്, ഈ ഒരു സൗരോർജ്ജത്തിന്റെ ലഭ്യതയാണ്. ഇനി അടുത്ത ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് എന്ത്, ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ. അപ്പോൾ ഓർത്തോക്കണേ, ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് ഏത്, കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ, ദിനാന്തരീക്ഷ സ്ഥിതി എന്താ, ഒരു നിശ്ചിത സമയത്താണ്, ഒരു ദിവസം എന്നുള്ള രീതിയിൽ തന്നെ അത് ഓർത്ത് വെച്ചാൽ മതി. വെതർ എന്ന് വെച്ചാൽ എന്താ, ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ഇനി ദീർഘകാലമായിട്ട് നമ്മൾ ആ ഒരു പ്രദേശത്തെ നിരീക്ഷിച്ച് അതിന്റെ ശരാശരി എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് കാലാവസ്ഥ. അതിനെ വിളിക്കുന്ന പേരാണിത് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് ഇതിൽ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒത്തിരി ഡിവൈസുകൾ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു റെയിൻ ഗേജ്, അനിമോമീറ്റർ എന്നൊക്കെ പറഞ്ഞ തെർമോമീറ്റർ, ഒത്തിരി ഡിവൈസുകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ടേംസ്, ഓരോ ടേംസും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൽ ആലിപ്പഴം എന്താണ്, മഞ്ഞു വീഴ്ചയിൽ വർഷണങ്ങളുടെ വിവിധ രൂപങ്ങൾ എങ്ങനെയാണ്, അതേപോലെ ടെമ്പറേച്ചർ വ്യത്യാസപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ സ്ഥിരമായിട്ട് PSC എന്ത് ചെയ്യാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, കോമൺലി ചോദിക്കുന്ന ടൈപ്പിൽ വരുന്നതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യരുത്, ഒന്നാമത് അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭാഗമായിട്ട് പലരും പറയാറുണ്ട്. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സെഷനിൽ എടുത്തത്, കാരണം അതുപോലുള്ള ടേംസ് ഒത്തിരി വരാനുണ്ട് ഇനി. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും മാറിപ്പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് വൃത്തിക്കായിട്ട് തന്നെ നന്നായിട്ട് തന്നെ നോക്കുക. അതായത് താപവ്യതിയാനങ്ങൾക്കുള്ള കാരണം കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. താപവ്യതിയാനങ്ങൾക്കുള്ള കാരണമാകാറുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, വൃത്തിക്ക് തന്നെ നമുക്കൊന്ന് പഠിക്കണം.
ഇനി ഇതിൽ അടുത്ത ടോപ്പിക്കിൽ വരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് അടുത്തൊരു സെഷനിലാക്കാം.